നടി ഹണി റോസിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്ത് സംസ്ഥാന യുവജന കമ്മീഷൻ. ദിശ എന്ന സംഘടന നൽകിയ പരാതിയിലാണ് ഈ നടപടി. സംഭവത്തിൽ പോലീസിനോട് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? ഇക്കാര്യത്തിൽ കമ്മീഷൻ എടുത്ത നടപടികൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് നൽകിയ പരാതിയും പിന്നീട് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റും റിമാൻഡിലാകലും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ തന്നെയാണ് ചില ചാനൽ ചർച്ചകളിൽ രാഹുൽ ഈശ്വർ ചില പരാമർശങ്ങൾ നടത്തിയത്. അത് ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നതോടൊപ്പം തന്നെ ഹണി റോസിനെതിരെയുള്ളതായിരുന്നു. അതിൽ ചില അധിക്ഷേപ പരാമർശങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദിശ എന്ന സംഘടന യുവജന കമ്മീഷനെ സമീപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യുവജന കമ്മീഷൻ ഈ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ ചാനൽ ചർച്ചകളിലും ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലും രാഹുൽ ഈശ്വർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി. അത് ഹണി റോസിനെതിരെയുള്ള പരാമർശങ്ങളാണ്, അധിക്ഷേപ പരാമർശങ്ങളാണ് നടത്തിയത് എന്നുള്ളൊരു പ്രാഥമികമായ കണ്ടെത്തൽ നിലവിൽ ഈ യുവജന കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയോട് യുവജന കമ്മീഷൻ ഒരു റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുള്ളത്. ഈ റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് യുവജന കമ്മീഷൻ കടക്കുകയും ചെയ്യുക. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്കെതിരെ രാഹുൽ ഈശ്വറിനെതിരെ പോലീസിലും പരാതി നൽകിയിരുന്നു, പലരും പരാതി നൽകിയിരുന്നു. നിലവിൽ അതിൽ പോലീസ് കേസൊന്നും എടുത്തിട്ടില്ല. രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതിയിലുണ്ട്. അത് ഈ മാസം 27 പരിഗണിക്കുന്നതിനായി ഹൈക്കോടതി മാറ്റുകയും ചെയ്തതാണ്. അതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ ഈ പരാമർശങ്ങൾക്കെതിരെ യുവജന കമ്മീഷൻ കേസെടുക്കുകയും സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുള്ളത്. വിജയകുമാർ, സംഭവത്തിൽ പോലീസിനോട് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്താണ് പോലീസ് കമ്മീഷനെ അറിയിക്കാൻ പോകുന്നത് എന്നത് അടുത്ത മണിക്കൂറുകളിൽ അറിയാം. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.